ധ്യാൻ ചേട്ടനും വിനീതായിരുന്നു രണ്ടുപേരും നമ്മള് സക്സസ്ഫുള്ളി നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ തന്ന ആളുകളാണല്ലോ. അപ്പൊ ഒരു ത്രെഡ് കിട്ടുകയാണെങ്കിൽ അച്ഛൻ ആർക്കാർക്കും പറഞ്ഞു കൊടുക്കാം. അങ്ങനെ പുള്ളി രണ്ടുപേരോടും പറയില്ല. പൊതുവെ പുള്ളി എന്നത് എഴുതി സിനിമയാക്കും. അതുകൊണ്ട് പുള്ളി ഞങ്ങളോട് പറഞ്ഞിട്ട് പുള്ളിക്ക് സിനിമയുടെ ഗതികേടൊന്നും പുള്ളിക്ക് വന്നിട്ടില്ല ഇതുവരെ. വിളിച്ചിട്ട് ഞങ്ങൾക്കൊരു കഥയുണ്ട് മക്കളെ, ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയൊന്നും വന്നിട്ടില്ല. ഏട്ടൻ്റെ അച്ഛൻ്റെ കഥകളൊക്കെ ഏട്ടൻ്റെ കഥകളൊക്കെ ഒരു സമയം വരെ ഡിസ്കസ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ജേക്കബ് വരെ ഒക്കെ. ഹൃദയമൊന്നും പിന്നെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷവും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ പൊതുവെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമ കാര്യങ്ങളും ചർച്ചകളൊക്കെ പൊതുവെ വീട്ടില് കുറവാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഉർവശി മാമിനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു ഇനി ആരുടെ കൂടെ അഭിനയിക്കണം എന്ന് പറയുമ്പോൾ ശ്രീനിവാസ് ചേട്ടൻ്റെ കൂടെ അഭിനയിക്കണം എന്ന് ഭയങ്കര അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ തുടരും സിനിമയില് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ ആണല്ലോ വരുന്നത്. അപ്പം അവർക്കായിട്ടൊരു സിനിമ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യോ? തലണമന്ത്രം മതിയല്ലോ. അവര് ചെയ്ത് അവരുടെ ഒരു ആയ കാലത്ത് അവര് ചെയ്തു വെച്ച സിനിമകളുണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഇതിൽ അവർക്ക് ഞാൻ പറഞ്ഞ അവർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എഴുതുന്നൊക്കെ ശരിക്കും വാങ്ങിച്ചു കൈ നീട്ടി. ഇതൊരു ചരിത്ര മുഹൂർത്തം കൂടിയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ആഗ്രഹമുണ്ട് ധ്യാൻ ചേട്ടന്റെ കൂടെ ഒരു ഇന്റർവ്യൂ ഇരുന്ന് കഴിഞ്ഞാൽ അത് എന്തായാലും വൈറലാവും. അല്ല അങ്ങനെയല്ല, തിരിച്ചാണ്. ഇങ്ങനെ ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്റെ മൈലേജ് കൂടുന്നതാണ് എന്റെ ഇവരുടെ ഫാൻസ് ഉണ്ടല്ലോ, അവര് കാണില്ലേ നമ്മളെ. പിന്നെ ഇൻസ്റ്റയില് ഇവരൊക്കെ ഉള്ള ഒരു ഇത് നമുക്കില്ലല്ലോ. നമുക്ക് ഇരിക്കണം തൊട്ടുമ്പോ പറഞ്ഞേട്ടാ ഞാൻ ചേട്ടാ മറ്റൊരു ഇരുത്താൻ സ്ഥലമില്ല, ചേട്ടൻ വേണമെങ്കിൽ ചായ കുടിച്ചിട്ട് വന്നോളൂ, നിബ്രാസ്ക ബസ് കറക്റ്റ് ആയിരിക്കും, ഞാൻ മാറാന്ന് പറഞ്ഞു നിന്നോളാം. മാറിയില്ല. കാരണം നമ്മൾ പുതിയ തലമുറയിലുള്ള പുതിയ ആൾക്കാരോട് ഇരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവരുടെ അവർക്ക് താല്പര്യമില്ലല്ലോ. ഇവരുടെ പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ലെങ്കിലും പക്ഷേ സ്വന്തം കാര്യമാണ് പറഞ്ഞത്. പക്ഷേ നന്നായി വായിട്ടലക്കും സംസാരിക്കും അല്ലേ. ഇവ വിനീത് ശ്രീനിവാസ് ഇല്ല, നമ്മള് പുള്ളിയുടെ ഇന്റർവ്യൂ ഒക്കെ കുറെ എൻജോയ് ചെയ്യുന്ന ഒത്തിരി പേരുടെ സങ്കടം മാറും അല്ലെ. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ ധ്യാൻ ചേട്ടൻ ഒരുപാട് പേരുടെ സബ്ജക്ട് ഇപ്പൊ ഭയങ്കര ടെൻഷൻ ഉള്ളവർ ഇപ്പോഴും ധ്യാൻ ചേട്ടന്റെ ഇന്റർവ്യൂ കാണാറുണ്ട്. അതെന്തുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്ര ആളുകൾക്ക് എനിക്ക് ഇത്ര ഇഷ്ടം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും അവർക്കിപ്പോ ചില ആൾക്കാരുടെ സംസാരം അല്ലെങ്കിൽ സംസാര രീതി ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ട്. ഇപ്പോ ഇന്റർവ്യൂ കാണാൻ ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ട്. അല്ല, എനിക്ക് ഷൈൻ്റെ ഇന്റർവ്യൂ കാണാൻ എനിക്കൊരു സമയത്ത് ഷൈൻ്റെ ഇന്റർവ്യൂ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മമ്മൂക്കയുള്ള ലേറ്റസ്റ്റ് മമ്മൂക്കയുടെ ഇപ്പൊ വന്ന നെക്സ്റ്റ് 2.0 മമ്മൂക്കയുടെ വലിയ ഇന്റർവ്യൂസ് കാണാൻ പോസ്റ്റ് കോവിഡ് മമ്മൂക്കയുടെ ഇന്റർവ്യൂസ് വേറെ തന്നെ ഒരു രസം.